ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് AWSൻ്റെ സർവീസ് അല്ലെങ്കിൽ റിസോഴ്സ് അതിൻ്റെ ലിമിറ്റ് ഉണ്ട് ഓരോന്നിനും. ആ ലിമിറ്റ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാമെന്നാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ ലിമിറ്റാണ്. ഞാനിവിടെ എക്സാമ്പിളായിട്ട് എടുക്കുന്നത് VPC ആണ് എടുക്കുന്നത്. ബൈ ഡിഫോൾട്ട് VPCയിൽ 5 VPC വരെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സർവീസ് റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ അവർ ക്രിയേറ്റ് ചെയ്ത് തരുള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് VPCയുടെ സർവീസ് ലിമിറ്റ് എങ്ങനെ കൂട്ടാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് VPCയുടെ ഡാഷ്ബോർഡിലാണ്. ഓൾറെഡി അതേപോലെ തന്നെ ഒഹിയോ എന്ന് പറഞ്ഞ റീജിയനാണ് നിൽക്കുന്നത്. ഓൾറെഡി എൻ്റെ VPCക്കകത്ത് 5 ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 6ാമത്തത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റത്തില്ല. ലിമിറ്റ് ഇൻക്രീസ് ചെയ്താൽ മാത്രമേ എനിക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ റൈറ്റ് സൈഡ് ടോപ്പിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സർവീസ് കോട്ടാസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിനകത്ത് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. എല്ലാ സർവീസിൻ്റെയും ലിമിറ്റ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നേരെ അതിനകത്ത് പോയിട്ട് AWS സർവീസ് ചൂസ് ചെയ്യുക. അവിടെ VPC ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം ക്വറീസും അവിടെ വരും. ഞാനപ്പോൾ VPC ആണ് ചൂസ് ചെയ്യുന്നത്. അതിനകത്ത് ഓരോ ലിമിറ്റും അവിടെ പറഞ്ഞിട്ടുണ്ട്. എത്ര ലിമിറ്റ് നമുക്ക് ബൈ ഡിഫോൾട്ട് ചൂസ് ചെയ്യാം. അഡ്ജസ്റ്റബിൾ ആണെങ്കിൽ യെസ് ആണെങ്കിൽ നമുക്കത് മോഡിഫൈ ചെയ്യാനായിട്ട് വരും. നോ ആണെങ്കിൽ പറ്റത്തില്ല. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എത്ര വരെ നമുക്ക് പോകാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ VPC പെർ റീജിയനിൽ 5 എനിക്ക് പറ്റുള്ളൂ. 5 ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അഡ്ജസ്റ്റബിൾ ആണ്. എനിക്ക് ലിമിറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. യെസ് ആണ്. അപ്പോൾ ഞാനത് സർവീസ് റിക്വസ്റ്റ് കൊടുക്കുവാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഒരു VPC ക്രിയേറ്റ് ചെയ്ത് നോക്കാം. പറ്റില്ല എന്നുള്ള ആദ്യം ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനൊരു ടെസ്റ്റ് VPC ക്രിയേറ്റ് ചെയ്യുകയാണ്. ടെസ്റ്റ് VPC എന്നാണ് ഞാൻ പേര് കൊടുക്കുന്നത്. സൈഡർ ബ്ലോക്കും പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കുക. ഞാൻ റേഞ്ച് ഡിഫോൾട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് താഴത്തേക്ക് വന്നിട്ട് ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് VPC കൊടുക്കുമ്പോൾ ഒരു എറർ കാണിക്കും. ദ മാക്സിമം നമ്പർ ഓഫ് VPC ഹാസ് ബീൻ റീച്ച്ഡ്. 5 പറ്റുള്ളൂ, അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ റിക്വസ്റ്റ് ജനറേറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ നമുക്കത് ആക്റ്റീവായിട്ട് തരും അവർ. അപ്പോൾ ഞാനിപ്പോൾ റിക്വസ്റ്റ് അത് VPC കൊടുത്തതിന് ശേഷം റിക്വസ്റ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള കോട്ട കൊടുക്കുവാണ്. റിക്വസ്റ്റ് കോട്ട ഇൻക്രീസ് എന്നുള്ള സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് സർവീസ് റിക്വസ്റ്റ് പൊക്കോളും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ റിക്വസ്റ്റ് കോട്ട ഇൻക്രീസ് പറഞ്ഞ് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് എത്രയാണ് നിങ്ങൾക്ക് വേണ്ട റിക്വസ്റ്റ് എന്നുള്ളത് ക്വാണ്ടിറ്റി പറഞ്ഞു കൊടുക്കുക. ഞാൻ 10 ലിമിറ്റ് കൊടുക്കുന്നത്. അതേപോലെ നിങ്ങളുടെ അവൈലബിൾ കോട്ട അപ്ലൈഡ് എത്രയാണ്, ഏത് റീജിയൻ എന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം റിക്വസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് അത് റിക്വസ്റ്റ് ക്രിയേറ്റ് ആയിക്കോളും. അതിൻ്റെ സ്റ്റാറ്റസും ഡേറ്റും അതിൻ്റെ സ്റ്റാറ്റസ് എല്ലാം കാണാം. പെൻഡിങ് ആണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ VPC പെർ റീജിയൻ കോട്ടയാണ്. അതിൻ്റെ പെൻഡിങ് ആണ്, സ്റ്റാറ്റസ് എന്നാണ് ക്രിയേറ്റ് ചെയ്തത് എല്ലാം കാണിക്കും. അത് അപ്രൂവ് ആയിക്കഴിഞ്ഞാൽ അടുത്ത ടാബിലേക്ക് മാറിക്കോളും. റിസോൾവ് സർവീസ് കോട്ട എന്നുള്ള സെക്ഷനിലേക്ക് മാറിക്കോളും. ഇത് കുറച്ച് ടൈം എടുക്കും. വിത്തിൻ 1 ഹവറിനുള്ളിൽ ഇത് റെഡി ആകാറുണ്ട്. ഇപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തതിന് ശേഷം നോക്കിയപ്പോൾ പെൻഡിങ്ങിൽ നിന്ന് മാറി റിസോൾവിൻ്റെ സെക്ഷനിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി നമുക്കൊരു VPC പോയി ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ നേരെ VPCയുടെ ഡാഷ്ബോർഡിലേക്ക് തന്നെ വന്നു. ഞാനപ്പോൾ പുതിയൊരു VPC ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ക്രിയേറ്റ് VPC കൊടുക്കുക. അത് നേരത്തെ കൊടുത്ത നെയിം തന്നെ ടെസ്റ്റ് VPC ഞാൻ കൊടുക്കുകയാണ്. ഏതെങ്കിലും ഒരു CDR ബ്ലോക്ക് സൈഡ് ബ്ലോക്ക് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ക്രിയേറ്റ് VPC ഞാൻ കൊടുക്കുകയാണ്. ഇപ്പോൾ എനിക്കിവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ ഞാൻ ലിമിറ്റ് എനിക്ക് 10 ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ എൻ്റെ VPC ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ VPC സക്സസ്ഫുള്ളായിട്ട് ക്രിയേറ്റ് ആയ, ഒരു ഇഷ്യൂസും ഇല്ല, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ടോട്ടൽ VPC 6 ആയിട്ടുണ്ട് ഇവിടെ. ഇനി എനിക്ക് ഞാനപ്പോൾ ഇത് എൻ്റെ ഓക്കെ ആയിട്ടുണ്ട്. ഞാനിത് റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ VPC സെലക്ട് ചെയ്തിട്ട് ഞാൻ ആക്ഷനിൽ പോയിട്ട് ഡിലീറ്റ് കൊടുക്കുകയാണ്. ആക്ഷനിൽ പോകാൻ നേരെ ഡിലീറ്റ് VPC കൊടുക്കുക. ഈ VPC ഡിലീറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തോ അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയിക്കോളും. ഞാൻ ഡിലീറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു. വെരിഫൈ VPC അത് തന്നെയാണെന്നുള്ള വെരിഫൈ ചെയ്തിട്ട് വേണം ഡിലീറ്റ് ചെയ്യാനായിട്ട്. ഞാൻ ഡിലീറ്റ് കൊടുത്തു. അപ്പോൾ എൻ്റെ VPC ഇപ്പോൾ റിമൂവ് ആയി. അപ്പോൾ നിങ്ങൾക്ക് AWSൻ്റെ ഏത് സർവീസ് വേണമെങ്കിൽ ഇവിടെ പോയി സെർച്ച് ചെയ്യാവുന്നതാണ്. ആ സർവീസ് ഇപ്പോൾ VPC ആണെങ്കിൽ VPC അണ്ടറിൽ പോയിട്ട് വേണം ഓരോ സബ് മോഡ്യൂളും നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ NAT ഗേറ്റ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അതിനകത്ത് പോയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക.